നമ്മൾ സുബിൻ സാറിന്റെ അടുത്ത് രണ്ട് വാക്ക് രാത്രികൾക്ക് കാണാറുണ്ടോ, എന്തെങ്കിലും അറിയേണ്ടതാണല്ലോ, ഞാൻ വിട്ടുപോയി ചോദിക്കാം. തന്നെ ഉണ്ണിയേട്ടനെ സ്മരിച്ചു കൊടുക്കുന്നു. ഉണ്ണിയേട്ടനും സൂപ്പർബായൊക്കെയാണ് ഞങ്ങളുടെ ഈ ഒരു ഞങ്ങളുടെ ഒരു കൺസെപ്റ്റ് ഷെയർ ചെയ്യുന്നതിന് വേണ്ടി വരികയും ആ സമയത്ത് അന്ന് ആദ്യമായിട്ടാണ് ഞാൻ ഉണ്ണിയേട്ടനെ പരിചയപ്പെടുന്നതും ഉണ്ണിയേട്ടനുമായിട്ട് സംസാരിക്കുകയും ചെയ്തത്. സോ ആ ഒരു പർട്ടിക്കുലർ ഒരു ഫേസും ആ ഒരു അറ്റ്മോസ്ഫിയറും എൻ്റെ മനസ്സിൽ ഇപ്പോൾ നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ ആ ഒരു കൺസെപ്റ്റ് ഷെയർ ചെയ്ത സമയത്ത് ടു ബി വെരി ഓണസ്റ്റ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത്രയും വിജയമാകുമെന്ന് എനിക്കൊരു കോൺഫിഡൻറ്റ് ഇല്ലായിരുന്നു, തുറന്നു പറയുകയാണ്. ഇപ്പോൾ ഇത് ഇവിടെ 1 മില്യൺ എബോവ് വ്യൂവേഴ്സ് വരികയും അതോടൊപ്പം തന്നെ ധാരാളം കമൻറ്റുകളും ധാരാളം മെസ്സേജസും കാണുവാൻ ഇടയായി. ഇതൊരു വളരെയധികം സക്സസ് ആക്കിയത് നിങ്ങളുടെ എല്ലാവരുടെയും മുസ്ലിങ്ങളുടെയും എല്ലാ ടീമുകളുടെയും ഒരു കഠിനാധ്വാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു വിജയം നിങ്ങൾക്ക് ലഭിച്ചത്. അതിൻ്റെ ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ പുരുഷോത്തം ഗാന്ധി ജംഗ്ഷന് അതിയായ സന്തോഷമുണ്ട്. ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെയും പുരുഷോത്തം ഗാന്ധി ജംഗ്ഷൻ്റെ കൺഗ്രാജുലേഷൻസ്. അതോടൊപ്പം തന്നെ ഒരു ചെറിയൊരു കാര്യം എനിക്കിവിടെ ഓർമ്മിപ്പിക്കാനുണ്ട്. ഒമാനിലെ അല്ലെങ്കിൽ GCCയിലെ തന്നെ ആദ്യത്തെ വെബ് സീരീസിൻ്റെ ആദ്യത്തെ സ്ക്രിപ്റ്റ് ഡയറക്ടറോടൊപ്പം തന്നെ പുരുഷോത്തം ഗാന്ധി എന്ന ഒമാനിലെ ആദ്യത്തെ എക്സൈസിൻ്റെ വളരെയധികം വിലപ്പെട്ട ഒരു സ്റ്റാഫ് കൂടിയാണ് മീരാകുന്നത്. എനിക്ക് ഒരു കറക്ഷൻ ഉണ്ടെന്ന് താങ്ക് യു. താങ്ക് യു. അപ്പോൾ സോ ഹാഫ് ക്രെഡിറ്റ് ഗോസ് ടു മീര അല്ലേ സർ? സർ സുബിൻ സാർ ഒന്നും കൂടെ അതാ ഞാൻ സംസാരിക്കാൻ അടിപൊളിയായിട്ട് സംസാരിച്ചല്ലോ അല്ലേ? സാറിൻ്റെ വാക്കുകൾ ശരിക്കും ഇറ്റ്സ് ഫ്രം ഹാർട്ട്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ വർക്ക് സർ. ആൻഡ് അടുത്ത് നമ്മൾ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത് ഇവിടെ ഒരു ഹാർഡ് വർക്കർ ആൻഡ് കമ്മിറ്റഡ് ടു ദ വാട്ട് ഓഫ് വർക്ക് ഈവൻ. ആക്ച്വലി നമ്മൾ ഈ ഇത് റെഡിയാക്കുമ്പോൾ എൻ്റെ ഡയറക്ടർ പറഞ്ഞത് എല്ലാവരും ഉണ്ടാവും, നോട്ട് ഓൺലി 1 person, എവ്രി വൺ ഡിഡ് ദെയർ ബെസ്റ്റ്. ബട്ട് ഈ ഒരാൾ രാപ്പകലില്ലാണ്ട് ഇപ്പം നെക്സ്റ്റ് എപ്പിസോഡ് നമ്മൾ നാളെ റിലീസ് ചെയ്യണമെങ്കിൽ ആ ഒരു കമ്മിറ്റ്മെൻറ്റോടുകൂടെ എഡിറ്റിംഗ് ആൻഡ് ക്യാമറ വർക്ക് ചെയ്ത ആളാണെന്നാണ് എല്ലാവരും അയാളെ നോക്കുന്നുണ്ട്. ജതിൻ പാൽക്കെ, I request you to come to the stage. Jadin, please come to the stage. So, ഒരു ഡയറക്ടർ വാക്കുകളൊന്നും കേൾക്കാന്നുള്ളത് ഇറ്റ് റിയലി കമൻറ്റബിൾ. I request Jadin to come forward to receive the memento. Thank you, sir. Jadin, few words before receiving the memento. Yes. എല്ലാവർക്കും നമസ്കാരം. എന്നെ ഈ ടീമിലേക്ക് വിളിച്ചത് ഉണ്ണിയേട്ടനും പിന്നെ ദാസേട്ടനും കൂടെയാണ്. പിന്നെ ഞാൻ സുധീർക്കെ പരിചയപ്പെട്ടു, മേച്ചിയെ പരിചയപ്പെട്ടു. ഇതിലേക്ക് എന്നെ ക്ഷണിച്ച എല്ലാവർക്കും നന്ദി. So, handing out the memento to Jasin, the camera and editor of the web series Ram Dasalakar. Congratulations, Jasin. Many more to go. Thank you so much. The last but not least, the last one, okay, I know. Okay, നമുക്കിനി അടുത്തൊരു കഥാപാത്രത്തിനെ വിളിക്കാം. ഓക്കെ, ഈ കഥാപാത്രത്തിന്റെ പേര് അജു എന്നാണ്. അജു. ഓക്കെ, അനീഷ് ബാബു ആസ് അജു. അജു റിയാക്ട് ചെയ്യാൻ നോക്കായിരുന്നു അവിടെ അജു എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇഷ്ടപ്പെട്ട വ്യക്തിയെ നേടിയെടുക്കാൻ കൂട്ടുകാരന്റെ സഹായം ആവശ്യപ്പെട്ടത് അബദ്ധമായി എന്ന് മനസ്സിലാക്കിയൊരു വ്യക്തി. സോ അജു വന്നിട്ട് കുറച്ച് ഫസ്റ്റ് എപ്പിസോഡുള്ളൂ, പിന്നെ ജർമ്മനിക്ക് പോയി സ്റ്റഡീസ് റിലേറ്റഡ് ആയിട്ട്. സോ അജുവിന് എന്താ പറയാനുള്ളത്? ഹലോ, ഇപ്പോഴും നെഞ്ചിലൊരു പിടിപ്പുണ്ട്. ഇത്ര പെട്ടെന്ന് വിളിക്കുന്ന ആൾക്കാർ കഴിഞ്ഞിട്ട് വരുന്ന വിചാരിച്ചത്. ആദ്യം വന്നപ്പോഴും ഇപ്പോൾ വരുമ്പോഴും ഈ ഒരു ഇതിൽ ഒത്തുചേരാൻ പറ്റിയതൊക്കെ യാദൃശ്ചികമായിട്ട്, വളരെ യാദൃശ്ചികമായിട്ട്. പറഞ്ഞു തുടങ്ങണമെങ്കിൽ ഉണ്ണിയേട്ടൻ ആണ് എനിക്ക് ഇതിൽ ആദ്യം അറിയണ ആള്. ഉണ്ണിയേട്ടനാണ് എന്നെ ഇതിലേക്ക് വിളിച്ചതും. ഉണ്ണിയേട്ടൻ സുധീർക്കേനെ പരിചയപ്പെടാൻ പറ്റി, അങ്ങനെയാണ് വന്നത്. അപ്പൊ എനിക്ക് എന്ത് പറയണമെങ്കിലും എനിക്ക് ഉണ്ണിയേട്ടനെ പറ്റി പറയണം. എനിക്ക് വാക്കുകൾ എനിക്ക് പറയാൻ പറ്റുന്നില്ല. പേടിൻ്റെ ഉണ്ട്, പിന്നെ വിഷമമുണ്ട്. എല്ലാവരും ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ സന്തോഷം, പിന്നെ കുറെ മിസ് ചെയ്തിരുന്നു. എല്ലാവരും ഒത്തുചേരുന്നതെന്നൊക്കെ അറിയുമ്പോൾ ഇതിങ്ങനെ മുന്നോട്ട് പോകാൻ, പിന്നെ ഇതിൻ്റെ പുറകിലും മുന്നിലും പ്രവർത്തിച്ച എല്ലാ ആൾക്കാരും വളരെയധികം എഫോർട്ട് ഉണ്ട്. ആദ്യം മുതൽ ഞാൻ പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ആദ്യമായിട്ടൊരു ഇങ്ങനത്തെ ഒരു ഫീൽഡിലേക്ക് പറഞ്ഞ ആൾക്കും ഇങ്ങനെ തോന്നിയിട്ടില്ല. ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്. അതൊരു ഫാമിലി പോലെ അങ്ങനെ ആയാലും അത് പറ്റും, നമുക്കും അത് ഈസി ആവാം.
ഇങ്ങനത്തെ ഒരു എഫേർട്ട് എടുക്കേണ്ട ഒരു ആവശ്യം പോലും വരാണ്ടിരുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് 100% ആ ഒരു എന്താ പറയുക, നമ്മുടെ ആ സെറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. കളിയും ചെയ്യും ഫസ്റ്റ് ഡേ എടുത്തിട്ടുള്ള ആദ്യത്തെ ദിവസം തൊട്ടിട്ടുള്ള ആ ക്യാരക്ടർ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് അധികം സമയത്തിന്റെ ആവശ്യം വന്നിട്ടില്ല. നമുക്കൊരു ടെൻഷനോ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടോ അങ്ങനത്തെ ഇതൊന്നും എനിക്ക് അനുഭവപ്പെട്ടില്ല. എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായമാണ്. ഇതായിരിക്കില്ല. I wish all the team inside and out, from every small children to everyone present here, even President, everyone, ചേച്ചിക്കും എല്ലാവർക്കും I wish them all success for all their future endeavors. Thank you. Thank you, Anish. Okay, thank you so much and wish you all the best. Now the moment to receive the memento. So congratulations, Anish Babu, for doing your role in web series Randavilakku. Okay, അജു അവിടെ നിന്ന് സീരിയസ് കാണുമ്പോൾ വിചാരിക്കേണ്ട ഈശ്വര അത് ഞാൻ ചെയ്യണ്ടായിരുന്നു, മിസ്സായി പോയത്. അവിടെ പാവം ജർമ്മനിയിലാണെങ്കിലും മനസ്സോടെ ആയിരുന്നല്ലേ. ഓക്കെ, താങ്ക് യു സോ മച്ച് സർ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം ആൻഡ് ഫോർ യുവർ പേഷ്യൻസ്. യെസ്, ഓക്കെ. അപ്പൊ നമ്മളൊരു സെക്ഷൻ കഴിഞ്ഞു. ഇനി അടുത്തത് എല്ലാവരും ഇങ്ങനെ ഈഗറായി വെയിറ്റ് ചെയ്യണം. അടുത്ത ആരെ വിളിക്കുന്നത്, എന്നെ ആയിരിക്കും എന്നുള്ളത്. ഓക്കെ, അടുത്ത് നമ്മൾ വിളിക്കാൻ പോകുന്നത് ശ്രവ്യ. ഇവിടെ പലരും നമ്മൾക്കൊരു ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്. അപ്പൊ അവിടെ ഇങ്ങനെ ശ്രവ്യ എന്താന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഈഗറായിട്ട് റെസ്പെക്റ്റീവ് ഓഫ് ലേഡീസ് ഓർ മെയിൽ സെഷൻസ്, ശ്രവ്യ ഹാവ് എ ഹ്യൂജ് ഫാൻ ഗ്രൂപ്പ് ഓവർ ഹിയർ. ഓക്കെ, ശ്രവ്യ എന്ന കഥാപാത്രം അതിമനോഹരമാക്കിയ പൂജ ചെറുപ്രായത്തിൽ തന്നെ ജീവിതം എങ്ങനെ ആയിരിക്കണമെന്ന് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്ന തൻ്റെ ഇടത്തോടുകൂടി മുന്നേറുന്ന മിടുക്കി കുട്ടി. ഓക്കെ, സോ ആ മിടുക്കി കുട്ടിയെ നമുക്ക് ഒരു കരഘോഷത്തോടു കൂടി നമ്മുടെ വെൽക്കം ചെയ്യാം. പ്ലീസ് കം ഫോർവേഡ്. ആൻഡ് നമ്മൾ മെമന്റോ കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ വിശിഷ്ടാതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മിസ്റ്റർ ഷഫീർ. സർ, പ്ലീസ് ഐ റിക്വസ്റ്റ് യു ടു കം ടു ഡയർ. He is a well-known photographer, journalist, a person who loves to talk, an interactive person and a lively person. Okay, so very happy to welcome you, sir. So before handing over memento, I would like to hear you from your both front. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇവിടെ എൻ്റെ സുഹൃത്തും സഹപ്രവർത്തനവുമായിട്ടുള്ള കബീർജി പറഞ്ഞ വാക്കുകളിനാണ് ആദ്യം പറയാനുള്ളത്. എത്രയോ നാളുകൾക്ക് ശേഷമാണ് നമ്മളൊന്ന് കാണുന്നത് തന്നെ, കുടുംബത്തോടൊപ്പം കാണുന്നതും അല്ലെങ്കിൽ ഇങ്ങനെ കൂടിച്ചേരുന്നതും. അതിന് നമ്മളെല്ലാവരും ഇങ്ങനെ കാണാൻ കഴിഞ്ഞതിലുള്ള അവസരം ഒരുക്കിയതിന് റാന്തൽവിളക്ക് ടീമിനെ, പ്രത്യേകിച്ച് സുബൈർ മാഹിനിയാൻ്റെ നന്ദി ആദ്യമായിട്ട് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നേരത്തെ എല്ലാവരും പറഞ്ഞ പോലെ നമ്മുടെ ഉണ്ണിച്ചേട്ടൻ്റെ സാന്നിധ്യം, അദൃശ്യ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. എന്നിരുന്നാലും നമ്മൾ കോവിഡിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ പോസിറ്റീവ് സൈഡിൻ്റെ പേരിലായിരിക്കും ഭാവിയിൽ ഈ കോവിഡ് കാലത്തെ വിലയിരുത്തപ്പെടുക. കാരണം മനുഷ്യൻ എത്ര നിസ്സാരനാണെന്നും അല്ലെങ്കിൽ മനുഷ്യൻ എത്ര നിസ്സഹായനാണെന്നും മനസ്സിലാക്കി തരികയും അതോടൊപ്പം തന്നെ പലരുടെയും സർഗാത്മക കഴിവുകളെ പുറത്തേക്ക് കൊണ്ടുവരുന്നതിനും ഒരു പരിധിവരെ കാരണമായത് ഈ കോവിഡ് കാലത്തെ ലോക്ക്ഡൗണാണ്. അതിലേറ്റവും പ്രത്യേകിച്ച് സ്ത്രീകൾ. കാരണം ഈ കോവിഡ് കാലത്ത് അടച്ചുപൂട്ടലിനെ പോസിറ്റീവ് സൈഡിലെടുത്തത് സ്ത്രീകളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ അവർ നല്ല ഒരു കൂടുതൽ ആക്ടിവിറ്റീസ് ആയിട്ട് പുറത്തു വരികയും അല്ലെങ്കിൽ അതെല്ലാം അവരുടെ കഴിവുകൾ ഇതാണെന്ന് കാണിച്ചു കൊടുക്കുവാനും സാധിച്ചത് ഈ കോവിഡ് കാലമാണ്. അതിൽ ഒരു മഹത്തായ സംരംഭമാണ് ഈ റാന്തൽവിളക്ക് എന്നുള്ള സീരീസ്. ഞാൻ കുറച്ചാൾ മുമ്പ് സുബൈറിനെ വിളിച്ച് റാന്തൽവിളക്കിനെ കുറിച്ചുള്ള വാക്കുകൾ പറയണമെന്ന് പറഞ്ഞ കാര്യമായിരുന്നു. ഒട്ടനവധി പ്രതിസന്ധികൾ നേരിട്ടിട്ടും റാന്തൽവിളക്ക് ടീം അതുമായിട്ട് സധൈര്യം മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. പ്രത്യേകിച്ച് ഉണ്ണിച്ചേട്ടൻ്റെ വിയോഗം, പിന്നെ മറ്റൊരു കഥാപാത്രം അവതരിപ്പിച്ച വ്യക്തി നാട്ടിലേക്ക് പോവുകയുണ്ടായി. ഈ സമയത്തൊക്കെ സ്വാഭാവികമായിട്ടും തകർന്നു പോകുമായിരുന്നു. പക്ഷെ അവർ സധൈര്യം മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പം അതോടൊപ്പം തന്നെ എൻ്റെ അടുത്ത സുഹൃത്തുക്കളെല്ലാം തന്നെ ഇതിൻ്റെ ഭാഗമാണ്. അത് ഞാൻ ഏറെ അഭിമാനിക്കുന്നു. പേരെടുത്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ സത്യാസ്, അതുപോലെ ജസ്വിൻ, ഇന്ദു, അതുപോലെ സുബൈർ, അങ്ങനെ ഒട്ടനവധി നേരിട്ട് പരിചയമില്ലാത്ത ക്ഷമിക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും കഴിവുകൾ കാണുകയുണ്ടായി. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. എന്തായാലും പുതിയ സംരംഭത്തിനും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് സർ. സാർ പറഞ്ഞ പോലെ മനുഷ്യ ജീവിതം ക്ഷണിക പങ്കുരം അത്രയേ ഉള്ളൂ, അതാണ് പറയുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ പോസിറ്റീവ് വേർഡ്. അതുപോലെ സാർ പറഞ്ഞ ഒരു കാര്യം കറക്റ്റാണ്. ഈ ലോക്ക്ഡൌൺ സമയത്താണ് നമുക്ക് പല ലേഡീസും യൂട്യൂബേഴ്സും എത്ര മേക്കേഴ്സും നമ്മുടെ വീട്ടിലിരിക്കുന്ന ആൾക്ക് ഇത്ര ടാലന്റ് ഉണ്ട് എന്ന് അറിയാൻ ഈ ലോക്ക്ഡൌൺ നമുക്ക് വേണ്ടി വന്നു. സത്യം പറഞ്ഞാൽ അതൊരു സത്യാവസ്ഥയാണ്. ഓക്കെ, നമുക്ക് ശ്രവ്യ പൂജയിൽ നിന്നും 2 വാക്കുകൾ കേൾക്കാം. പൂജ. I seriously don't know what to say. You know whatever you feel from your heart.
Okay, thank you so much for inviting, and thank you so much, Zubair sir, for giving this opportunity. And yeah, so thank you everyone for supporting. Thank you. You don't know, like so many people are waiting to hear word from you. What is this? Okay, thank you so much. And sir, I request Shafi sir to hand over the memento to Shravya, who did a role as Shravya and Rantal Malekar. Pooja, congratulations Pooja for doing your role the best giving in the web series Rantal Malekar. Congratulations. അടുത്ത നമുക്ക് ലതിക മാഡത്തിനെ ഇൻവൈറ്റ് ചെയ്യാം. അപ്പോൾ ശ്രവ്യ വന്നു കഴിഞ്ഞാൽ ശ്രവ്യക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ലതിക മാഡമാണ്. അപ്പോൾ ശ്രവ്യയോടൊപ്പം തന്നെ ലതിക മാഡത്തിനെ ഇൻവൈറ്റ് ചെയ്യണം. സാഹചര്യങ്ങളെയും അനുഭവങ്ങളെയും മനസ്സിനെ കല്ലാക്കി എല്ലാവർക്കും കരുതലായി, താങ്ങായി, തണലായി, മറ്റുള്ളവരുടെ ജീവിതത്തിൽ വെളിച്ചം പകർന്ന് നൽകുന്ന ഒരു അമ്മ, ഒരു സഹോദരി, ഒരു സുഹൃത്ത്, ഈ ആളുകളെ നമുക്ക് നമ്മുടെ ചുറ്റും കാണാം. ആ റോള് അതിമനോഹരമാക്കി ചെയ്ത നമ്മുടെ സ്വന്തം ഇന്ദു ബാബുരാജ്. ഈ സോമസ് ക്രിയേഷൻ ഇനിയും നല്ല നല്ല സൃഷ്ടികൾ ഇനിയും ഉരുത്തിരിഞ്ഞു വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ദുവിന് ഇങ്ങനെ ഒരു ബഹുമതി കഴിയുന്ന ഒട്ടും ഞാൻ വിചാരിച്ചത്. കാരണം എത്രയോ വർഷം നമ്മൾ അറിയുന്നൊരു കല, നമുക്കറിയാം എല്ലാ വർഷവും ഈ കൊറോണയുടെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ ഈ വർഷം നമുക്ക് മികച്ചൊരു നാടകം അൻസാർ KPC നാടകം കാണാനുള്ള ഭാഗ്യം ഉണ്ടാവുന്ന പക്ഷേ ഉണ്ടായില്ല. എന്നാൽ അതിനുശേഷം എന്നാൽ ഒരുപക്ഷെ അതിനേക്കാളൊക്കെ കൂടുതൽ നേട്ടങ്ങളാണ് ഒരുപക്ഷെ ഈ കോവിഡ് കാലത്ത് ഇന്നുണ്ടാക്കിയെന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും ഈ ഒരു ബഹുമതി നൽകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അല്ലെങ്കിൽ എൻ്റെ അഭിമാനം ഞാനിവിടെ പങ്കുവയ്ക്കുന്നു. താങ്ക് യു സോ മച്ച്. Thank you, Shabir. So now the time to hand over the memento to Indu Babraj for doing her role best in the series with Rantal Malekar. So congratulations Indu Babraj for the role. Latika Madam. Thank you. അടുത്തതായിട്ട് ഞാൻ റോൾ പറയാം, നിങ്ങൾ ആരാന്ന് പറയുന്നുണ്ട്. ഞാൻ ആരാന്ന് പറയുന്നില്ല. അപ്രതീക്ഷിതമായി കിട്ടിയ ഒരു അവസരം മുതലാക്കാതെ ഇഷ്ടം തോന്നിയ പെണ്ണിനെ കൂടെ നിർത്താൻ തീരുമാനമെടുത്ത ഒരു ചെറുപ്പക്കാരൻ. ആരാണ് അയാൾ? അതെ, ഒത്തിരി കണ്ടാവില്ലേ, പറയൂ, പേര് പറയൂ. ഷാനു. യെസ്, ഷാനു. So I met Shanu, Ramiz. Okay, Ramiz an original name. So I call upon Ramiz onto the stage to receive the memento. Before receiving, Shanu എന്താ പറയേണ്ടത് നമുക്ക് കേൾക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെ സ്റ്റേജിൽ ഇങ്ങനെ നിന്ന് സംസാരിച്ചൊരു എക്സ്പീരിയൻസ് ഇല്ല. സോ ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് ഫോർ മീ. ആൻഡ് ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത എനിക്ക് ഇങ്ങനെ ഒരു വെബ് സീരീസ് ചാൻസ് തന്ന ഇതിൻ്റെ ഡയറക്ടറായ സുബൈബ മാഹിൻ സാറിന്, അതുപോലെ തന്നെ റൈറ്റർ മീര ചേച്ചിക്ക്, അതുപോലെ ഡയറക്ടർ ക്യാമറമാൻ സത്യേട്ടൻ ആൻഡ് ജസ്വേട്ടൻ, എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. കാരണം നമ്മൾ ഇതുപോലെ നല്ല രീതിയിൽ പ്രസൻറ്റബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഗ്രേറ്റ് താങ്ക്സ് ഫ്രം മൈ ഹേർട്ട്. ആൻഡ് കാരണം ഈ ഒരു അവസരത്തിൽ നിങ്ങളെല്ലാവരും വീണ്ടും കണ്ടതിലും എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഓക്കെ, ആൻഡ് സെയിം തിങ് ലൈക്ക് ഉണ്ണിയേട്ടൻ, ഈ ഒരു നിമിഷത്തിൽ ഉണ്ണിയേട്ടനെ മിസ് ചെയ്യുന്നുണ്ട്. കാരണം കുറച്ചൊരു സമയത്ത് മാത്രമാണ് ഉണ്ണിയെ ഞാൻ കണ്ടിട്ടുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണിയേട്ടൻ കാരണമാണ് ഞാൻ ഈ വെബ് സീരീസ് വന്നത്. കാരണം ഉണ്ണിയേട്ടൻ അനീഷിനെ വിളിച്ചു, അനീഷ് എന്നെ വിളിച്ചിട്ടാണ് ഞാൻ ഈ വെബ് സീരീസ് വന്നത്. സോ വൺസ് അഗൈൻ താങ്ക്സ് ഫോർ ഓൾ ദ ടീം മെമ്പേഴ്സ് ഓഫ് റാന്തൽ വളക്ക്. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. Thank you, Ramiz. Thank you for your word. Now the time to receive the memento. I request Shafi sir to hand over the memento. So congratulations, Ramiz, for doing your role as Shanu for the web series Rantal Malekar. Congratulations. Thank you so much. കൂട്ടുകാർക്ക് വേണ്ടി എന്തിനും തയ്യാറായ ഒരു മിടുക്കൻ, അവസരോചിതമായി ആരെയും എങ്ങനെയും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരാൾ. ഓക്കെ, ബോബി എന്ന റോള് ചെയ്ത അശ്വിൻ ഇവിടെ ഇല്ല അപ്പോൾ. സോ അശ്വിന് വേണ്ടിയിട്ട് നമ്മൾ റാമീസിനെ റിക്വസ്റ്റ് റിക്വസ്റ്റ് റാമീസ് ടു കം അഗെയിൻ ടു റിസീവ് ദ അവാർഡ് ഓൺ ബിഹാഫ് ഓഫ് അശ്വിൻ. ഫോർ റിസീവിംഗ് ദ അവാർഡ് ഫോർ അശ്വിൻ, ഓൺ ബിഹാഫ് ഓഫ് അശ്വിൻ, റാമീസ് ഇസ് റിസീവിംഗ് അവാർഡ്. Congratulations, Ashwin. Shafi sir, for your time and for standing here for a long time. Thank you very much. Please be seated. Thank you. So അടുത്തതായിട്ട് നമ്മളെ ക്ഷണിക്കാൻ പോകുന്നത് അവനവൻ്റെ കാര്യങ്ങൾ മാത്രം പ്രാധാന്യം നൽകി
മറ്റുള്ളവരുടെ രീതികളെ തീർത്തും അവഗണിച്ച് ജീവിക്കുന്ന ഒരു എന്ത് പ്രതികടി ഇങ്ങനെ ആരത് തൃശ്ശൂര് എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ എനിക്ക് കറക്റ്റായിട്ടൊന്ന് പറഞ്ഞുകൂടാ ഒരു തൃശ്ശൂർ കടിയാണ് അപ്പൊ അങ്ങനെ വിളിച്ചാലോ എന്താ ഓക്കെ സോ ഐ ഇൻവൈറ്റ് രേഷ്മ. The character name is Reshma and the real name is Swati. Okay, before that, I invite Mr. Binoy Simon Varghese, the head of Operation Purushottam and Kanji Exchange. Sir, before handing over the moment, few words from you, please. Thank you. First of all, thanks for inviting me to this auspicious gathering. ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച് ഒമാനിൽ ഒരു വർഷം മുമ്പ് വന്നൊരു വ്യക്തിയാണ് ഞാൻ. ഈ ഒരു വർഷം മുമ്പ് വന്നിട്ട് ആദ്യത്തെ ഒരു ഗ്യാതറിംഗ് ആണ്. പള്ളിയിൽ പോകുന്നതല്ലാതെ അത് കഴിഞ്ഞിട്ട് കാണുന്ന ഒരു ഗ്യാതറിംഗ് ഇതാണ്. അധികം ആരെയും പരിചയപ്പെടാൻ പറ്റിയിട്ടില്ല. ബിജു സാറിനെ പോലും ഞാൻ പള്ളിയിൽ ഒരു പ്രാവശ്യം കണ്ടിട്ടേ ഉള്ളൂ. കഴിഞ്ഞ ദിവസമാണ് കുറച്ചുകൂടെ അടുത്ത് പരിചയപ്പെടാൻ പറ്റിയത്. പിന്നെ മീര ഞങ്ങളുടെ ഓൺ സ്റ്റാഫ് മാത്രമല്ല, ഓൺ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. ആദ്യകാലത്ത് ഉണ്ണിയേട്ടനും പിന്നെ സുബൈറോടെ വന്നപ്പോൾ I was more vocal with ഉണ്ണിയേട്ടൻ to understand what kind of art he is doing. എന്താണ് പുള്ളി വരയ്ക്കുന്നത്? കുറേ കാര്യങ്ങൾ ഞാൻ പുള്ളി എടുത്ത് ചോദിച്ചു. പുള്ളി എനിക്ക് ആദ്യം ഒരു കാർഡ്, വിസിറ്റിംഗ് കാർഡ് തന്നു. ഇപ്പോഴും എൻ്റെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ കൂടുതൽ ഇൻട്രസ്റ്റഡാണ് ബിക്കോസ് പുള്ളി ആർട്ടിസ്റ്റാണ്. എനിക്ക് ഈ വരയെ ഭയങ്കര ഇഷ്ടമാണ്. ഈ കലാകാരന്മാരിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരയ്ക്കുക, കുറേ കാര്യങ്ങൾ തനിയെ ട്രൈ ചെയ്ത് നോക്കുക, കളേഴ്സ്, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഐ വാസ് വെരി അട്രാക്റ്റഡ്. 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് തോന്നുന്നു പ്രോബ്ലി ന്യൂസ് കേൾക്കുന്നത്. ആൻഡ് അൺഫോർച്ചുനേറ്റ് ഹാപ്പൻഡ്. That individual really impressed me in the first shot itself. And അതൊരു വളരെ ഒരു സർപ്രൈസിങ് ആയിരുന്നു. ഒരാൾ ഇത്രയും പെട്ടെന്ന് ഇത്രയും ഹാപ്പി ആയിട്ടുള്ളൊരു മനുഷ്യൻ ഇത്രയും ഈ ഒരു റൂട്ടിലൂടെ സഞ്ചരിക്കുക എന്നുള്ളത്. പലരെയും കണ്ടു, പല ക്രിയകൾ ഫോർ ലാസ്റ്റ് 1 year we did. പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച് വന്നിട്ട് ഇവൻ കബീർ സാറിനെ കാണുന്നത് പോലും പ്രോബ്ലി ദ ലാസ്റ്റ് ഡിസംബർ 2020 അറൗണ്ട് ദാറ്റ് ടൈമാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. എനിക്ക് ആരെയും അധികം പരിചയമില്ലാത്തൊരു നാടാണ്. ബഹ്റൈനിൽ 10 വർഷത്തിന് ശേഷം ഇവിടെ വരുന്നതാണ്. പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച് ഗവൺമെൻറ് ടേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും എന്ന് നോക്കിയപ്പോൾ ആദ്യം സുൽത്താൻ കാബൂസ് മരണപ്പെടുന്നു. 1 മാസം കഴിഞ്ഞിട്ട് പിന്നെ ലോക്ക്ഡൗൺ വരുന്നു. ടോട്ടലി യു ആർ ടൈഡ് അപ്പ്. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോവാണ്. ഞങ്ങൾക്കറിയാം അതിൻ്റെ പെയിൻ. ഒരു ബിസിനസ് നടത്തുമ്പോൾ അതിൻ്റെ ആ ബുദ്ധിമുട്ടുകളിലൂടെ ഞങ്ങൾ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയും 100,000+ വ്യൂവർഷിപ്പ് ഉള്ള ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു വെബ് സീരീസ് മിഡിൽ ഈസ്റ്റിലെ ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്ത് അത്രയും ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളത്. ബിക്കോസ് ഞങ്ങളും സോഷ്യൽ മീഡിയയിലെ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ടാണ് പലരെയും അട്രാക്ട് ചെയ്തത്. അപ്പം അതിൻ്റെ പെയിൻ ഇത്രമാത്രം ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ബിക്കോസ് ഒരു കണ്ടന്റ് ഇല്ലാതെ, ഒരു ക്രിയേറ്റീവ് മൈൻഡ് ഇല്ലാതെ, അതും ഫോക്കസ്ഡ് ആയിട്ട് അതിനെ അപ്രോച്ച് ചെയ്യാണ്ട് നിങ്ങൾക്ക് ഇത്രയും വ്യൂവർഷിപ്പ് കിട്ടില്ല. All the best for future projects and all those participated and all the people behind it. Congratulations. Thank you so much, sir, for your honest word. ആക്ച്വലി സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ യൂട്യൂബ് എന്നുള്ള സംഭവങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്തൊരു ടൈമും കൂടെയാണ്. ഞാനൊരു ടീച്ചറാണ്, ഇന്ത്യൻ സ്കൂൾ പ്രൊഫഷണൽ ടീച്ചർ. അപ്പോൾ നമ്മൾ വിചാരിച്ചു എങ്ങനെ സ്കൂളിൽ ക്ലാസ്സസ് ഒന്നും നടക്കില്ല, ടീച്ചേഴ്സ് കുട്ടികളൊക്കെ അത്ര. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു ഡോർ അടയുമ്പോൾ വേറൊരു ഡോർ അവിടെ ഓപ്പൺ ആവുകയാണ് ശരിക്കും പറഞ്ഞാൽ. സോ സോഷ്യൽ മീഡിയ ഇസ് ഹെൽപ്പിംഗ് ഇൻ ബിഗ് വേ ഫോർ ഓൾ ഓഫ് us. നെക്സ്റ്റ് നമ്മുടെ ഗണിയെടുത്ത് ചോദിക്കാൻ എന്താ പറയാനുള്ളത് കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. ഉണ്ണിച്ചേട്ടനാണ് സൂമോസിലേക്ക് എന്നെ വിളിക്കുന്നത്. അതിനുശേഷം സുബൈർ ചേട്ടൻ വിളിച്ചു, എന്നെ സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞു. എനിക്കൊരു ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ വിചാരിച്ചില്ലേ ഇതേപോലത്തെ ഒരു ക്യാരക്ടറായിരിക്കും. കണ്ടെല്ലാവരും പറഞ്ഞു എന്ത് സ്വഭാവമായിട്ട് നീ അഭിനയിക്കണേ, നിനക്കൊന്നും മര്യാദയ്ക്ക് അഭിനയിച്ചൂടെ എല്ലാവരും പറഞ്ഞു. പക്ഷെ എല്ലാവരും അത് ആക്സെപ്റ്റ് ചെയ്തു എന്ന് എനിക്ക് മനസ്സിലായി. സോ പ്രേക്ഷകർ ഓരോരുത്തരോടും ഞാൻ നന്ദി പറയണു. പിന്നെ എൻ്റെ ഈ സൂമോ സ്ക്രീൻ ടീമിനോടും ഞാൻ നന്ദി പറയണു. താങ്ക് യു. താങ്ക് യു സ്വാതി. ആക്ച്വലി അഭിനയിച്ചില്ലല്ലോ, ജീവിക്കുകയായിരുന്നില്ലേ? Not in that way, the way of presenting, the dialogues presentation is same. Okay, so now next the time is like to give the memento. I request Binoy sir to hand over the memento to Swati. So congratulations Swati for doing your role best in the series
Radhavilakku. Congratulations on all. Okay, the next please. Okay. So അടുത്തതായിട്ട് നമ്മൾ ഇൻവൈറ്റ് ചെയ്യാൻ പോണത് ആളുകളിൽ ഇല്ല. ഓക്കെ, സോ അന്യരാജ്യക്കാരെ കൊണ്ട് വട്ടം തിരിഞ്ഞ ഒരു ഒമാനി. ചിലപ്പോൾ നമ്മളിൽ നിന്ന് സംഭവിക്കാറുണ്ട്, നമ്മുടെ ഒമാനി ഭാഷയിലൊക്കെ പറയും, നമുക്ക് അറിയാത്തതുകൊണ്ട് നമ്മൾ മൈൻഡ് ചെയ്യാറില്ല. സോ അങ്ങനത്തെ വല്ലതും മനസ്സിലായോ ആവോ, ദൈവത്തിനറിയാം. സോ ഒമാനി റോൾ ചെയ്ത് സുബീഷിന് വേണ്ടിയിട്ട് സുബീഷ് ഇവിടെ ഇല്ല. സോ ഐ റിക്വസ്റ്റ് ജെസിൻ on behalf of Subish, please receive the memento. So, handing over the memento. On behalf of Subish, Jason is receiving. Congratulations, Subish, for doing your role Omani in the series. Thank you so much. And one more. Next, ചെറിയൊരു റോൾ ആരെങ്കിലും വളരെ നല്ല രീതിയിൽ അവതരിപ്പിച്ച്, ചെറിയൊരു റോൾ ആണെങ്കിലും നല്ല രീതിയിൽ സൂപ്പർവൈസ് ചെയ്തു, ചെറുതോ വലുതോ, ഹൗ യു ആർ ഡൂയിങ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, റൈറ്റ്? സോ അങ്ങനെ ഒരു റോൾ, അങ്ങനെ ഒരു കഥാപാത്രം മനോഹരമാക്കിയ ഹരി എന്ന റോൾ ചെയ്ത് ജഗൻ ശിവദാസൻ. I request Jagan Shivadasan for doing the role best as Hari. Jagan, few words. Hi, good evening everyone. ഒരു ഫോട്ടോന് പോലും പോസ്റ്റ് ചെയ്യാൻ അറിയാത്ത എന്നെ വിളിച്ച് ഒന്ന് അഭിനയിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ ചാൻസ് എന്താ? എൻ്റെ സുഹൃത്താണ്, എക്സ് കൊലീഗാണ്, റൂംമേറ്റ് ആണ്. ഒരുപാട് വർഷം ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. അവർക്ക് നന്ദി പറയുന്നു. അവർക്ക് മാത്രമല്ല, ഈ റാന്തൽവിളക്ക് ടീമിലെ എല്ലാ ആൾക്കാർക്കും ഏറ്റവും നന്ദി. താങ്ക് യു. Thank you. So now is the time to receive the memento. Congratulations, Jagan Shivadasan, for the role and Randal Vilakku.